വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി ഓതി പഠിക്കുന്ന, ആദ്യമായി വായിച്ചു പഠിക്കുന്ന ഒന്നാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തു ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ മഹത്തായ കഴിവുകളെ, അള്ളാഹുവിന്റെ പ്രത്യേകതകളെ പറഞ്ഞുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന വല്ലാത്ത ഒരു പ്രതിജ്ഞ, ഒരു പ്രഖ്യാപനം. അതുപോലും സഹോദരങ്ങളെ വേണ്ട രൂപത്തിലേക്ക് മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ അവിടുത്തെ വ്യത്യസ്ത പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ നാമങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് പകരം ഏതെങ്കിലും ഒരാളുടെ, ഒരു ഉസ്താദിന്റെ, ഒരു ശൈഖിന്റെ, ഒരു വലിയിന്റെ പേര് ചേർത്തുകൊണ്ട് അയാളെ മാത്രമായി വിളിക്കുക എന്നത് എന്തുമാത്രം വലിയ അപകടമാണ്. ആ സംസാരത്തിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ? അങ്ങനെ വിളിക്കുക, അങ്ങനെ ചെയ്യ്. എന്താ അതിന്റെ അർത്ഥം? ധൈര്യമായി ശിർക്ക് ചെയ്തോ, ധൈര്യമായി ശിർക്ക് ചെയ്തോ എന്ന ആഹ്വാനമല്ലേ അത്? വിശുദ്ധ ഖുർആനിലെ എത്ര വചനങ്ങൾക്ക് എതിരാണ്? വിശുദ്ധ ഖുർആൻ പച്ചയായി നിഷിദ്ധമാണ്, ഏറ്റവും വലിയ അക്രമമാണ്, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാതകമാണ്, സ്വർഗം നിഷിദ്ധമാണ്, എവിടെയും അഭയമില്ലാത്ത വലിയ പാപമാണ് എന്ന് പഠിപ്പിച്ച ശിർക്ക് ചെയ്തോ എന്ന കൽപ്പന. അതാണ് സഹോദരങ്ങളെ അപകടം.